ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തിൽ 16,67,00,000 രൂപ വരുന്ന പദ്ധതികൾ വികസന സെമിനാറിൽ അംഗീകരിച്ചു. 123 പദ്ധതികളാണ് വികസന സെമിനാറിൽ അംഗീകരിച്ചത്. ചേർപ്പ് ഭോജനശാലയിൽ ശനിയാഴ്ചയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ രംഗത്തെ ഏറ്റവും മാതൃകാപരമായി ജനാധിപത്യത്തിന്റെ ഏറ്റവും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള വികസന സെമിനാറുകൾ. ഇന്ന് കേരളത്തിലെമ്പാടും പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാറുകൾ സംഘടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഓരോ പ്രദേശത്തെയും വ്യക്തികൾക്ക് തങ്ങളുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ കാഴ്ചപ്പാട് പറയുവാൻ, ആ കാഴ്ചപ്പാട് അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, ആശയം പങ്കുവയ്ക്കാനുള്ള അവസരമായി നാട് ഇതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആൾക്ക് ഒരുപാട് ആശയം ഉണ്ടായിരിക്കും, ഒരുപാട് കാഴ്ചപ്പാടുണ്ടായിരിക്കും. മുഴുവൻ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അതിന് അതിൻ്റെതായ സാങ്കേതികമായ തടസ്സങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും നമ്മളെല്ലാവർക്കും അറിയുന്നത്. പക്ഷേ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ, അല്ലെ ആശയങ്ങൾ കേൾക്കാൻ, അത് ഏറ്റെടുക്കാൻ, അത് ചിലതെങ്കിലും നടപ്പാക്കുവാനായി ആളുകൾ രംഗത്ത് വരിക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളാണ്. അത്തരം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ് വികസന സദസ്സുകൾ എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം വാർഡ് സഭകളും വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചർച്ച, ഇന്ന് കരട് പദ്ധതി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് ആ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും ഭേദഗതി നിർദ്ദേശിക്കാം. എന്റെ അറിവിൽ 27-ാം തീയതിയാണ് ജില്ലാ വികസന സമിതി യോഗം ചേരുന്നത്. കോർപ്പറേഷൻ ഓഫീസിന്റെ അന്നേക്ക് തന്നെ എല്ലാ പദ്ധതികളും എൻറ്റർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറോട് ആവശ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ബഡ്ജറ്റിൽ 1 കോടി രൂപ ഞങ്ങൾക്ക് തരണം. ബഹുമാനായ പ്രസാദം കേൾക്കണം, 1 കോടി രൂപ നമുക്ക് തരണം. എന്നുവെച്ചാൽ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ അമൃത പദ്ധതി, തൃശ്ശൂർ കോർപ്പറേഷനിലേക്കൊക്കെ കുടിവെള്ളം ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ചേർപ്പ് പഞ്ചായത്തിന് തനതായ ഒരു പദ്ധതി ഇല്ല. അത് ഈ വർഷമോ അടുത്ത വർഷമോ നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്തു തരണമെന്ന് ഈ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ഞാൻ നമ്മുടെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറോട് ആവശ്യപ്പെടുകയാണ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ വാർഷിക പദ്ധതിയിൽ സമൂഹത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ പരമാവധി ഉൾപ്പെടുത്തിയതായി സിജോ ജോർജ് പറഞ്ഞു. ഗാന്ധി സ്മാരകം, മഹാത്മാ മൈതാനത്തിന്റെ നവീകരണം, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതി, ഭവന നിർമ്മാണം, MCF സ്ഥാപിക്കൽ, മിനി മാസ് ലൈറ്റ്, തെരുവുനായ നിയന്ത്രണം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 16,67,00,000 രൂപ അടങ്കൽ വരുന്ന പദ്ധതികൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കായി 1,18,00,000 രൂപയും ഉൽപാദന മേഖലയ്ക്ക് 1.7 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AA ക്രിസ്റ്റീന, ചെയർമാൻ M സുജിത് കുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ചെയർപേഴ്സൺ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ വികസന സെമിനാറിൽ പങ്കെടുത്തു.